നമസ്കാരം. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും റഡാറിൽ ഒരു പുതിയ പേരായി മാറിയിരിക്കുകയാണ് ഷഹ്സാദ് ഭട്ടി. ഒരിക്കൽ പാകിസ്ഥാനിൽ നിന്നുള്ള വെറുമൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാത്രമായിരുന്ന ഇയാൾ ഇന്ന് പാക് ചാര സംഘടനയായ ISIയുടെ ഏറ്റവും പുതിയതും അപകടകരവുമായ ആയുധമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാരതത്തിലെ ഗുണ്ടാ സംഘങ്ങളെ ഏകോപിപ്പിക്കുക, യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുക, മാരകമായ ആയുധങ്ങൾ കടത്തുക, രാജ്യത്ത് വൻതോതിൽ അശാന്തി സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഡിജിറ്റൽ ഭീകര ശൃംഖലയുടെ തലവനാണ് ഭട്ടി എന്നാണ് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ, ദേശീയ അന്വേഷണ ഏജൻസി, ഉത്തർപ്രദേശ് ATS തുടങ്ങി രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികളുടെയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഈ പാകിസ്ഥാൻ സ്വദേശി ഇന്ന് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെ ഭട്ടിയുടെ മൊഡ്യൂളിൽപ്പെട്ട 8 പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ശൃംഖലയുടെ ഭീകരമായ ആസൂത്രണങ്ങൾ പുറത്തു വന്നത്. രാജ്യവ്യാപകമായി വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഈ സംഘത്തിൽ നിന്ന് പാകിസ്ഥാൻ നിർമ്മിത ഗ്രനേഡുകളും ഗ്ലോക്ക് പിസ്റ്റളുകളും മാരകമായ വെടിയുണ്ടകളും പോലീസ് കണ്ടുകെട്ടി. ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളും ഒരു നേപ്പാൾ സ്വദേശിയും അടങ്ങുന്നതായിരുന്നു ഈ സംഘം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാക്കളെ വളരെ പെട്ടെന്ന് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഭട്ടിയുടെ ശൃംഖലയ്ക്ക് സാധിക്കുന്നു എന്നത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. ഈ അറസ്റ്റിന് തൊട്ടു മുൻപ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേനയും പ്രത്യേക ദൗത്യ സംഘവും ചേർന്ന് ഭട്ടി ആബിദ് ജാട്ട് മൊഡ്യൂളിലെ മറ്റ് 4 പേരെയും പിടികൂടിയിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ഷഹ്സാദ് ഭട്ടിയുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഒരു സാധാരണ ക്രിമിനൽ എങ്ങനെയാണ് ഒരു ഭീകരവാദ ശൃംഖലയുടെ തലവനായി മാറിയതെന്ന് വ്യക്തമാകും. സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വ്യവസായിയായിട്ടും സാമൂഹിക പ്രവർത്തകനായിട്ടും മതപരമായ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളായിട്ടും സ്വയം പരിചയപ്പെടുത്തുന്ന ഭട്ടിയുടെ പേരിൽ പാകിസ്ഥാനിൽ തന്നെ നിരവധി മോഷണ കവർച്ചാ കേസുകളും ബലാത്സംഗ കേസുകളും നിലവിലുണ്ട്. 2015ഓടെ പാകിസ്ഥാനിൽ നിന്നും ദുബായിലേക്ക് കടന്ന ഇയാൾ അവിടെ ഡയറി ബിസിനസ് ആരംഭിക്കുകയും പിന്നീട് ബലൂചിസ്ഥാനിലെ ഫറൂഖ് ഖാക്കർ ഗുണ്ടാ സംഘവുമായി അടുപ്പത്തിലാവുകയും ചെയ്തു. ഇതിനൊപ്പമാണ് സോഷ്യൽ മീഡിയയിൽ 333 എന്ന പേരിൽ ഭട്ടി തൻ്റെ ഓൺലൈൻ സാന്നിധ്യം ശക്തമാക്കുന്നത്. ഇന്ത്യ പാക് ബന്ധങ്ങളെക്കുറിച്ചും മതപരമായ തർക്കങ്ങളെക്കുറിച്ചും വീഡിയോകൾ നിർമ്മിച്ച് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ഭട്ടി ഈ ജനപ്രീതിയെ തൻ്റെ ഭീകര ശൃംഖല കെട്ടിപ്പടുക്കാനുള്ള മറയാക്കി മാറ്റുകയായിരുന്നു. ISIയുടെ പൂർണ്ണമായ പിന്തുണയോടെയാണ് ഭട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആബിദ് ജാട്ട്, അജ്മൽ ഗുജ്ജർ, യാവർ ഖാൻ തുടങ്ങിയ ISI ഹാൻഡിൽമാരുടെ സഹായത്തോടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇയാൾ ഇന്ത്യയിലെ യുവാക്കളെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തോട് അതൃപ്തി ഉള്ളതോ ആയ യുവാക്കളെ കണ്ടെത്തി സോഷ്യൽ മീഡിയ സന്ദേശങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് വീഡിയോ കോളുകൾ വഴി ഭട്ടിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയുമാണ് ഇവരുടെ ശൈലി. വലിയ തോതിൽ പണം നൽകാമെന്ന വാഗ്ദാനവും ആയുധങ്ങൾ കാണിച്ചുള്ള വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിയും വിദേശത്തേക്ക് കടക്കാനുള്ള അവസരങ്ങളും നൽകിയാണ് യുവാക്കളെ ഇവർ വലയിലാക്കുന്നത്. ആദ്യം വലിയ അപകടമില്ലാത്ത ചെറിയ ജോലികൾ നൽകി വിശ്വസ്തത ഉറപ്പാക്കിയ ശേഷം ഇവരെ ക്രമേണ വലിയ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് തള്ളിവിടും. ഈ ഡിജിറ്റൽ ഭീകര ശൃംഖലയെ തകർക്കാൻ ഇന്ത്യൻ ഏജൻസികൾ രാജ്യവ്യാപകമായി വലിയൊരു ക്രാക്ക് ഡൗൺ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഒട്ടനവധി മൊബൈൽ നമ്പറുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിരീക്ഷണത്തിലാണ്. പഞ്ചാബ്, ഹരിയാന, ദില്ലി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി 100 കണക്കിന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും നിരവധി പേരെ കൗൺസിലിങ്ങിന് വിധേയരാക്കി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളിലാണ് തെഹ്രീക്ക് ഇ താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന പുതിയൊരു സംഘടനയുമായി ഭട്ടിക്കുള്ള ബന്ധം പുറത്തു വരുന്നത്. ദില്ലിയിലെയും ഫരീദാബാദിലെയും ചുവരുകളിൽ TTH എന്നും അതിന് താഴെ ഭട്ടിയുടെ സാന്നിധ്യം അറിയിക്കുന്നതിനായി S എന്നും എഴുതി വെക്കാൻ പിടിയിലായ പ്രതികൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് ലക്ഷ്യമെടുക്കുക എന്നതായിരുന്നു ഈ സംഘത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മറ്റൊരു പദ്ധതി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ തുകയാണ് ഭട്ടി വാഗ്ദാനം ചെയ്തിരുന്നത്. പഞ്ചാബിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം ഭട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റെടുക്കുകയും അതിൻ്റെ വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ദില്ലിയിലെയും പഞ്ചാബിലും തിരക്കേറിയ ആശുപത്രികൾ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ, ദില്ലിയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രം, ഹരിയാനയിലെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവയുടെ സുരക്ഷാ വിവരങ്ങളും GPS ലൊക്കേഷനുകളും ഭട്ടിക്ക് ചോർത്തി നൽകിയതായി പിടിയിലായവർ സംബന്ധിച്ചിട്ടുമുണ്ട്. ദില്ലി സോനിപത്ത് ഹൈവേയിലെ പ്രശസ്തമായ ഒരു ഭക്ഷണശാലയിൽ ഗ്രനേഡ് ആക്രമണം നടത്താനും പഞ്ചാബിലെ ഒരു പ്രമുഖ സ്കൂളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ വധിക്കുവാനും ഇവർ പദ്ധതിയിട്ടിരുന്നു. പഞ്ചാബിൽ നടന്ന പല പ്രമുഖ ആക്രമണങ്ങളിലും ഭട്ടിയുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്.
2025 മാർച്ചിൽ ജലന്ധറിൽ ഒരു യൂട്യൂബറുടെ വീടിന് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ പ്രധാന ഗൂഢാലോചനക്കാരൻ ഭട്ടിയാണെന്ന് NIA കണ്ടെത്തിയിട്ടുമുണ്ട്. ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ എൻക്രിപ്റ്റഡ് ചെയ്ത ആപ്പുകൾ വഴിയാണ് ഇയാൾ പ്രാദേശിക ക്രിമിനലുകളെ നിയന്ത്രിച്ചിരുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായിരുന്ന ലോറൻസ് ബിഷ്ണോയിയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഭട്ടി പിന്നീട് ബിഷ്ണോയിയുമായി തെറ്റിപ്പിരിക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബിഷ്ണോയി ഇന്ത്യയെ പിന്തുണയ്ക്കുകയും പാകിസ്ഥാനെ വിമർശിക്കുകയും ചെയ്തതോടെയാണ് ഇരുവരും ശത്രുക്കളായി മാറിയത്. തുടർന്ന് പോർച്ചുഗലിൽ വെച്ച് ഭട്ടിക്ക് നേരെ ബിഷ്ണോയി സംഘത്തിൻ്റെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. മഹാരാഷ്ട്രയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട പ്രതിക്ക് രാജ്യം വിടാൻ സഹായിച്ചത് ഭട്ടിയുടെ ശൃംഖലയാണെന്ന് വെളിപ്പെടുത്തലുകളുണ്ട്. മുൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, പ്രശസ്ത നടൻ മിഥുൻ ചക്രവർത്തി എന്നിവർക്ക് നേരെ ഭീഷണി മുഴക്കിയതിന് പിന്നിലും ഭട്ടിയുടെ കൈകളുണ്ട് എന്നതാണ് നിഗമനം. വെറുമൊരു ഓൺലൈൻ വീഡിയോ നിർമ്മാതാവായി ആരംഭിച്ച് ഇന്ന് ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയ ഷഹ്സാദ് ഭട്ടിയുടെ ഈ ഡിജിറ്റൽ ഭീകര സാമ്രാജ്യത്തെ പൂർണ്ണമായും തകർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ. ISIയുടെ പിന്തുണയോടെ ഭാരതത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഭീകര ശൃംഖല നയിക്കുന്ന ഷഹ്സാദ് ഭട്ടിയെ വധിക്കാൻ അജ്ഞാതരോ അല്ലെങ്കിൽ ശത്രുക്കളായ മറ്റ് ക്രിമിനൽ സംഘങ്ങളോ ശ്രമിക്കുമോ എന്നത് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു ശക്തമായ സാധ്യതയാണ്. നിലവിലെ ആഗോള അധോലോകത്തെ ചലനങ്ങളും സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തലുകളും പരിശോധിച്ചാൽ ഭട്ടിയുടെ ജീവനും വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടെന്ന് വ്യക്തമാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘവുമായി ഭട്ടിക്കുള്ള കടുത്ത ശത്രുതയാണ്. ഒരു കാലത്ത് ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ സൗഹൃദം പുലർത്തിയിരുന്നുവെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബിഷ്ണോയ് പാകിസ്ഥാനെ പരസ്യമായി തള്ളിപ്പറയുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെയാണ് ഇരുവരും തമ്മിലുള്ള ശത്രുത കൂടിയത്. ഇതിനു പിന്നാലെ ബിഷ്ണോയ് സംഘത്തിലെ പ്രധാനികളായ ഹാരി ബോക്സർ, രൺദീപ് മാലിക് എന്നിവർ ഭട്ടിയെ വധിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. തുടർന്ന് 2026 ഫെബ്രുവരിയിൽ പോർച്ചുഗലിൽ വെച്ച് ഭട്ടിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായതായും അതിന് പിന്നിൽ തങ്ങളാണെന്നും രൺദീപ് മാലിക് പരസ്യമായി അവകാശപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബിഷ്ണോയ് സംഘത്തിൽ നിന്നുള്ള വധശ്രമങ്ങൾ ഇനിയും ഭട്ടിക്ക് നേരെ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന വശം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും വെച്ച് ഇന്ത്യ തിരയുന്ന പ്രമുഖ ഭീകരന്മാരെയും ISI ഏജന്റുമാരെയും അജ്ഞാതരായ തോക്കുധാരികളാൽ വധിക്കപ്പെടുന്നത് ഒരു പതിവ് വാർത്തയായി മാറിയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യക്കെതിരെ വിനാശകരമായ ഡിജിറ്റൽ ഭീകരതയും ആയുധക്കടത്തും നടത്തുന്ന ഷഹ്സാദ് ഭട്ടിയും അത്തരമൊരു അജ്ഞാതമായ ആക്രമണത്തിന് ഇരയാകാനുള്ള സാധ്യത സുരക്ഷാ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ഒരേ സമയം ഒന്നിലധികം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ റഡാറിലുള്ള ഒരു കുറ്റവാളി എന്ന നിലയ്ക്കും രാജ്യാന്തര തലത്തിൽ ശത്രുക്കളെ സംബന്ധിച്ച ക്രിമിനൽ എന്ന നിലയ്ക്കും വരും ദിവസങ്ങളിൽ ഭട്ടിക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും അന്താരാഷ്ട്ര തലത്തിൽ ഭീകരർക്കെതിരെ നടക്കുന്ന അജ്ഞാത നീക്കങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഷഹ്സാദ് ഭട്ടിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.